മിതമായ നിലയ്ക്ക് കൊടുത്ത് ഇവിടെ ചികിത്സ ലഭ്യമാക്കുമ്പോൾ വലിയ ചെലവേറിയ ചികിത്സകൾ അത് നടത്തുന്നതിന് വേണ്ടിയിട്ട് ആളുകളെ പ്രേരിപ്പിക്കുന്ന നിലയിൽ ആഗോള കുത്തകകൾ നമ്മുടെ സ്വകാര്യ ആശുപത്രികൾ വിലക്ക് വാങ്ങിക്കഴിഞ്ഞു. അപ്പൊ അവിടേക്ക് ആളുകളെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വളരെ ബോധപൂർവമായിട്ടുള്ള ഒരു ശ്രമം, ആസൂത്രിതമായ ശ്രമമാണ്. അവർക്ക് ഏറ്റവും എളുപ്പം ചെയ്യാവുന്ന കാര്യമാണ് ആരോഗ്യവകുപ്പിനെ പഴിക്കുക എന്നുള്ളത്. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിന്റെ രണ്ടാം ഘട്ടം പൂർത്തിയായി കഴിഞ്ഞപ്പോഴത്തേക്കിന് ത്രികോണ മത്സരത്തിന്റെ ആവശ്യത്തിലാണ് ആറന്മുള നിയോജക മണ്ഡലം. മിനിസ്റ്റർ, എങ്ങനെയാണ് മണ്ഡലത്തിലെ വോട്ടർമാരെ കാണുമ്പോൾ? വളരെ നല്ല പ്രതികരണമാണ്. പ്രത്യേകിച്ചും ആറന്മുള നിയോജക മണ്ഡലത്തിൽ നമ്മൾ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ അത് ജനങ്ങൾക്ക് അനുഭവവേദ്യമാകുന്ന പ്രവർത്തനങ്ങളാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല നിലയിൽ വലിയ പിന്തുണ ആളുകളുടെ ലഭിക്കുന്നുണ്ട്. സമീപകാലത്ത് ഏറ്റവും അധികം മാധ്യമങ്ങളുടെയും അല്ലാതെയും ഒക്കെ വേട്ടയാടപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവില്ലെന്ന് തോന്നുന്നു. അത് വോട്ടർമാർക്കിടയിൽ ചെല്ലുമ്പോൾ എങ്ങനെയാണ്? തീർച്ചയായിട്ടും അത് ഒരു വേട്ടയാടലാണ് എന്നുള്ളത് അത് ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട്. അത് സംബന്ധിച്ച് ആളുകൾ പറയുന്നുണ്ട്, ഞങ്ങൾക്കറിയാം എന്നുള്ളത് സംബന്ധിച്ച് പറയുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഈ നമ്മുടെ കൺമുന്നിലുള്ള സത്യങ്ങളല്ലേ, ഇപ്പൊ ജനറൽ ആശുപത്രി, കാത്ത് ലാബ്, പുതിയ കെട്ടിടങ്ങൾ, ജില്ലാ ആശുപത്രി, നമ്മുടെ തൊട്ടടുത്തുള്ള ആരോഗ്യ കേന്ദ്രം, നമ്മുടെ തൊട്ടടുത്തുള്ള ലാബുകൾ, ഇതൊക്കെ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ ചിലർ പ്രചരിപ്പിക്കുകയാണ് ആരോഗ്യ മേഖല കൊള്ളില്ല എന്ന് പ്രചരിപ്പിക്കുമ്പോൾ നമ്മൾ കാണേണ്ടത് കുത്തകകൾ, അതായത് പണം സൗജന്യമായിട്ടോ പണം മിതമായ നിലയ്ക്കിലോ കൊടുത്ത് ഇവിടെ ചികിത്സ ലഭ്യമാക്കുമ്പോൾ വലിയ ചെലവേറിയ ചികിത്സകൾ അത് നടത്തുന്നതിന് വേണ്ടിയിട്ട് ആളുകളെ പ്രേരിപ്പിക്കുന്ന നിലയിൽ ആഗോള കുത്തകകൾ നമ്മുടെ സ്വകാര്യ ആശുപത്രികൾ വിലക്ക് വാങ്ങിക്കഴിഞ്ഞു. അപ്പൊ അവിടേക്ക് ആളുകളെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വളരെ ബോധപൂർവമായിട്ടുള്ള ഒരു ശ്രമം, ആസൂത്രിതമായ ശ്രമമാണ്. അവർക്ക് ഏറ്റവും എളുപ്പം ചെയ്യാവുന്ന കാര്യമാണ് ആരോഗ്യവകുപ്പിനെ പഴിക്കുക എന്നുള്ളത്. ഇനിയും എന്തൊക്കെയാണ് അടുത്ത ടൈമിൽ ജനപ്രതിനിധിയായിട്ട് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ആറന്മുളയിൽ എന്തൊക്കെയാണ് നമ്മുടെ ഈ പ്രവർത്തനങ്ങളുടെ തുടർച്ച? തീർച്ചയായിട്ടും വികസന പ്രവർത്തനങ്ങളുടെ തുടർച്ച ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. അത് മാത്രമല്ല, നമ്മൾ തുടങ്ങി വെച്ച കാര്യങ്ങൾ അത് പൂർത്തീകരിക്കാൻ നമുക്ക് തീർച്ചയായിട്ടും ഒരു അവസരം ജനങ്ങൾ നൽകും. അതിനു വേണ്ടിയിട്ടുള്ള പിന്തുണ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചെയ്താണല്ലോ പോകുന്നത്, അല്ലെ? അപ്പോ ഇപ്പൊ പ്രോജക്റ്റുകളാണേലും അതിൽ ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മുടെ ജില്ലാ സ്റ്റേഡിയത്തിലെ ഇൻഡോർ സ്റ്റേഡിയം. ഇപ്പൊ എത്ര നാളായിട്ട് ഇവിടെ കല്ലിടുന്നു, ഒരു തൂൺ അവിടെ വെക്കാൻ കഴിഞ്ഞിട്ടില്ല UDF. അവിടെയാണ് നമ്മളൊരു സ്റ്റേഡിയം നിർമ്മിച്ച്, ഗാലറി ഉൾപ്പെടെ, ട്രാക്ക് ഉൾപ്പെടെ, നീന്തൽക്കുളം ഉൾപ്പെടെ നിർമ്മിച്ച് അത് സാധ്യമാക്കിയത്. അപ്പൊ തീർച്ചയായിട്ടും പറയുന്നത് പ്രവർത്തിക്കുന്നു എന്നുള്ളത് കൂടി അതിന്റെ വളരെ പ്രധാനപ്പെട്ട കാര്യം. തുടർഭരണം വീണ്ടും ഉണ്ടാവും? തീർച്ചയായിട്ടും ഉണ്ടാവും. കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട.